ശ്രീനാരായണ പരമഗുരവേ നമഃ. വിദ്വാൻ വിദ്വജനങ്ങൾ കലസനലസരായോർക്കും അജ്ഞർക്കുമജ്ഞൻ വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ ബഹുവിലസിതമായി ഹന്തബാലർക്ക് ബാലൻ സദ്യോഗീന്ദ്രർക്കു യോഗീശ്വരനത സകല ജ്ഞാനിനാം ജ്ഞാനിവര്യൻ സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവരനം നൻപിൽ ഞാൻ കുമ്പിടും നേൻ. വേദാത്മികേ വിമല പൂർണ്ണ ശശാങ്കവക്രേ ഹാരാദിഭൂഷണ വിഭൂഷിത സുന്ദരാംഗി സന്താപഹാരാണി സുഭാഷിണി ബോധലീനി ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 143 ഭാഗം. അവതരണം മേടയിലെ പ്രാവുകൾ. ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ആലമ്മൂട്ടിൽ AK ഗോവിന്ദദാസ്. വലിയ ഗുരുഭക്തനായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് ആലമ്മൂട്ടിൽ ചാന്നാർ എന്നും അറിയപ്പെട്ടിരുന്നു. ഗോവിന്ദദാസിനെ ഗുരുദേവൻ ദാസ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആലമ്മൂട്ടിൽ തറവാട്ടിലെ മേടയിൽ ഗുരുദേവന് വിശ്രമിക്കുവാനായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രത്യേക മുറി വെടിപ്പായി സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഗോവിന്ദദാസിന്റെ ഷഷ്ടിപൂർത്തി കേമമായി ആഘോഷിക്കുന്നതിന് കുടുംബാംഗങ്ങൾ ചേർന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വേണ്ട എല്ലാ ഏർപ്പാടുകളും അവർ ഓടി നടന്ന് പൂർത്തിയാക്കുകയുണ്ടായി. ബന്ധുക്കളെയും പൗരപ്രമുഖരെയും മിത്രങ്ങളെയുമൊക്കെ പിറന്നാളാഘോഷത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ഗുരുദേവൻ തൻ്റെ അനുചരന്മാരുമൊത്ത് ഷഷ്ടിപൂർത്തി ചടങ്ങിൽ സംബന്ധിക്കുവാനായി തലേന്നു തന്നെ ആലമ്മൂട്ടിലെത്തി ചേർന്നിരുന്നു. അവിടുത്തെ വലിയ മേടയിലുള്ള പ്രത്യേകം മുറിയിലായിരുന്നു ഗുരുവിന്റെ വിശ്രമം. ആ മേടയ്ക്ക് 3 നിലകളുണ്ടായിരുന്നു. 3-മത്തെ നില ഒരു തട്ടിൻപുറം പോലെ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു. അക്കാലത്ത് അവിടെ ധാരാളം പ്രാവുകൾ കുടിയേറി പാർത്തിരുന്നു. അതിനാൽ എപ്പോഴും അവയുടെ കുറുകുറുകൾ ശബ്ദം അവിടമാകെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. ഗുരുദേവൻ നേരം പുലരും മുമ്പ് സ്നാനാദികളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചു നേരം ഏകാന്തതയിലിരിക്കുക പതിവായിരുന്നു. അത് അവിടുത്തെ കുടുംബാംഗങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അതിനാൽ ആ നേരത്ത് ആരും ഒച്ച വയ്ക്കുകയോ ശബ്ദമുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളിൽ
ഏർപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. എപ്പോഴും കുറുകുറുത്തുകൊണ്ടിരിക്കാറുള്ള പ്രാവുകൾ പോലും ആ സമയത്ത് കുറുകുറുക്കാതെ നിശബ്ദമായി ഇരിക്കുമായിരുന്നു. അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഒരാൾ പ്രാവുകളുടെ ആ വിചിത്ര സ്വഭാവത്തെപ്പറ്റി ഗുരുദേവനോട് ചോദിച്ചു. അപ്പോൾ ഗുരുദേവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ചാന്നാരുടെ വിചാരം മേട ചാന്നാരുടേതാണെന്നാണ്. എന്നാൽ അവിടെ ഇരിക്കുന്ന പ്രാവുകളുടെ വിചാരം മേട അവയുടെ സ്വന്തം വകയാണെന്നാണ്. ഗുരുവിന്റെ ആ മറുപടിയിൽ തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണെന്നറിയാതെ അയാൾ ചിന്തിച്ചു വിഷമിച്ചു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം മേടയിലെ പ്രാവുകൾ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.